വിഴിഞ്ഞത്തെ വേദി കണ്ട് പലരുടെയും ഉറക്കം നഷ്ടപ്പെടും എന്ന് മോദിജി പറഞ്ഞു. അതുപോലെ തന്നെ ഉറക്കം കളഞ്ഞാണ് പലരും തനിക്കെതിരെ വാർത്തകൾ ചമയ്ക്കുന്നതും ട്രോളുകൾ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. ഞാൻ നേരത്തെ വേദിയിൽ വന്നതിൽ മരുമകന് സങ്കടം. ഇനി ധാരാളം സങ്കടപ്പെടേണ്ടി വരും. ഡോക്ടറെ പോയി കാണുന്നതാണ് നല്ലത്. അതെ, കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം മോദിജി നിർവഹിക്കുകയുണ്ടായി. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് താൻ നേരത്തെ എത്തിയതിൽ ഒരു രാജവംശത്തിലെ മരുമകന് സങ്കടമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പറയുന്നു, ഞാൻ നേരത്തെ വന്നതിലാണ് സങ്കടം. എന്തുകൊണ്ട് നേരത്തെ വന്നു? പ്രവർത്തകർ നേരത്തെ വന്നതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റായ ഞാനും അവർക്കൊപ്പം വരണമെന്ന് കരുതിയാണ് നേരത്തെ എത്തിയത്. 8:45 അവിടെ എത്തി. എല്ലാവരും VIP ലോഞ്ചിൽ പോയപ്പോൾ ഞാൻ എന്റെ പ്രവർത്തകരെ കാണണമെന്ന് വിചാരിച്ച് നേരത്തെ വേദിയിൽ കയറി. അപ്പോൾ നേരത്തെ വന്ന് വേദിയിലിരുന്നത് ഇതുകൊണ്ടാണ് അല്ലേ? ആട്ടെ, വേദിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച എന്തിനാണ്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് വരുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് വിളിച്ചു. അത് ഞാനും ഏറ്റുപറഞ്ഞു. ഇതെല്ലാം കാണുമ്പോൾ കേരള കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് വലിയ സങ്കടമാണ്. അതിന് അദ്ദേഹം ഒരു ഡോക്ടറിനെ കാണട്ടെ എന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഈ മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. ഇങ്ങനെ പെരുമാറിയതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളും ട്രോളുകളുമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർക്ക് നേരിടേണ്ടി വരുന്നത്. മലയാളി മാധ്യമങ്ങളും അവരുടെ പതിവ് ശീലം അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖറിനെതിരെ പ്രചരണം കടുപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് പുതിയ BJPയുടെ അധ്യക്ഷനെ സഹായിക്കുവാൻ മുൻ അധ്യക്ഷൻ കൂടിയായ ശ്രീ സുരേന്ദ്രൻ രംഗത്ത് വരുന്നത്. അദ്ദേഹം ശക്തമായ വാക്കുകളിലാണ് പ്രതികരിച്ചത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP ആയ ബ്രിട്ടാസും മേയർ ആയ ആര്യ രാജേന്ദ്രനും അവിടെ വന്നിരുന്നു. അവരും വേദിയിൽ ഏതാണ്ട് 3/4 മണിക്കൂറോളം കാത്തിരുന്നു. അതിന് ആർക്കും ഒരു വിമർശനവുമില്ല. അതിന്റെ പേരിൽ ട്രോളുമില്ല, വാർത്തകളുമില്ല. കേരളത്തിലെ BJP അധ്യക്ഷന്മാരെ ഒറ്റതിരിഞ്ഞ് അപമാനിച്ച് ഒതുക്കാമെന്ന് കരുതേണ്ടെന്നും അതിനുള്ള മരുന്ന് BJPക്കുണ്ടെന്നും കെ സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. ശ്രീ ഗഡ്കരിയുടെ പ്രയത്നത്തിൽ രാജ്യമൊട്ടാകെ റോഡുകൾ ഉണ്ടാക്കുന്നു. ഇവിടെ കേരളത്തിൽ മോദിജിയുടെ റോഡിൽ മരുമോൻ തനിക്കൊപ്പം റോഡിന്റെ സെൽഫിയും പോസ്റ്ററും വെച്ചിട്ട് ഷോ കാട്ടി റോഡ് വികസനത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് ഏവർക്കും അറിയാം. ഇപ്പോൾ രാജീവ്ജിയുടെ പേരിൽ കൂടുതൽ കുരു പൊട്ടിച്ചാൽ മരുമോൻ മന്ത്രിയെ താൻ ഉൾപ്പെടെയുള്ളവർ വഴിയിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചു. ഏതായാലും ഓവർ സ്മാർട്ട് കളിച്ച് രാജീവ് ചന്ദ്രശേഖരെ എയറിൽ കയറ്റാൻ നോക്കിയ മരുമോൻ മന്ത്രി വാലിൽ തീപിടിച്ച് ഇപ്പോൾ സ്വയം എയറിലാണ്. ചന്ദ്രനടി എന്ന പുതിയ ക്യാപ്സൂൾ ഇറക്കിയ പാർട്ടിയെ കമലയടിയും വീണയടിയും ഇറക്കി പ്രതിരോധിക്കുകയാണ് സംഘിസേവകർ. കൂടാതെ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചു വിട്ടുനിന്ന കോൺഗ്രസ് പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത് ആനമണ്ടത്തരമാണെന്നും തലയിൽ ആൾതാമസമുള്ളവരാരും ഇങ്ങനെയൊരു ലോകം ശ്രദ്ധിക്കുന്ന പരിപാടിയിൽ നിന്ന് മാറി നിൽക്കില്ലായിരുന്നു എന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. അവർ പങ്കെടുത്തിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ചെയ്ത കാര്യങ്ങൾ അവർക്ക് അവിടെ പറയാമായിരുന്നു എന്നും അതിനുള്ള അവസരമാണ് വിഡ്ഢിത്തം കാട്ടി VD സതീശൻ കളഞ്ഞു കുളിച്ചതെന്നും ശ്രീ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ തൽക്കാലം വിട. ദയവായി ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.